ബാവാന്റെ മോന് സുബൈർ അങ്ങോട്ട് കയറ്റിക്കണല്ലോ. ഇയാളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞു. എന്തായി, എത്തിയവിടാ? നമ്മളെ കടയിലെ പണിക്കാരൻ തന്നെട്ടാ. ബുർജ് ഖലീഫയിൽ ഇപ്പൊ ജോലി ചെയ്ത്, അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് നോക്കിക്കോളേണ്ടി നല്ലോണം. വലൈക്കും അസ്സലാം. മൈമൂട്ടാക്ക് എന്താ വർത്താനോ? ഞാനിവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണേ. ഓന് പിന്നെ ലഗേജ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ എടുത്തേക്കാരം. നിങ്ങളെ പിന്നെ കടയിലാക്കിയാൽ മതില്ല. ചിലപ്പോൾ ആൾക്കാരൊക്കെ എല്ലാവരും ബുർജ് ഖലീഫയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടില്ലേ? ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അവന് ഇറങ്ങിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഓനെ എടുത്തുകാണ്ട് നമ്മളെ മൂസാക്കാൻ്റെ അടുത്താക്കി കൊടുക്കും. അതിൻ്റെ ശേഷം എനിക്ക് തോന്നുന്നത് നാളെ എത്തിയെന്ന് തോന്നുന്നുണ്ട്. ആൾക്കാർ വന്നുകൊണ്ട് ഓനെ കൊണ്ടുപോകും തോന്നുന്നുണ്ട്. വേഗം വാ. അസ്സലാമലൈക്കും. എന്തില്ല, വേഗം കയറി. ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. സുഖല്ലേ? വേഗം കയറി വരും, സംസാരിക്കാം. വിശേഷം ബെൽറ്റ് ഇട്, സീറ്റ് ബെൽറ്റ് ഇട്ടാ. നാട്ടിലത്തെ പോലെ സീറ്റ് ബെൽറ്റ് ഇടാന്ന് വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. എന്താ വിശേഷങ്ങളൊക്കെ? ആദ്യമായിട്ട് വിമാനത്തിൽ കയറില്ലേ, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടേനി. വലിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ദുബായ് അറിയാം അങ്ങനെ തന്നെയല്ലേ, വണ്ടികളും കാര്യങ്ങളും. അങ്ങനെ കാണാൻ പോണല്ലേ ഉള്ളൂ, വന്നിട്ടല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എന്തായാലും മൂസാക്കാൻ്റെ അടുത്ത് കിടന്ന് പോണത് കുറച്ച് തിരക്കിലാണ്. കുറേ പണികളുണ്ട്. മൂസാക്കാൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് കൊടുത്ത് ഇറച്ചിയും സാധനങ്ങളൊക്കെ ഇല്ലേ? പോയിട്ട് എല്ലാ സാധനങ്ങളും പ്രശ്നമുണ്ട്. ഒരു വേഗം ഉള്ളിൽ നിങ്ങൾക്കുള്ളതാണ്, എനിക്കൊന്നും കൊടുത്തിട്ടില്ല. ഹലോ, ഹായ്, ഹൗ ആർ യു? I'm at the airport right now. I need to take my brother. എങ്ങനെ മൂസാക്കാൻ്റെ അടുത്ത് കുറെ ദൂരം ഉണ്ടോ ഇവിടുന്ന്? ഇൻഷാ അല്ലാഹ് ഒരു 20 മിനിറ്റ് കൊണ്ട് എത്തും. വണ്ടികൾ, വലിയ വണ്ടികളും ബിൽഡിങ്ങും എല്ലാം അടിപൊളി തന്നെയല്ലേ? ഇനി എൻ്റെ ജീവിതം ഇവിടെ അല്ലേ. ഇനി ഫുള്ള് വലിയ കാഴ്ചകളല്ലേ എൻ്റെ മുന്നിൽ വരാൻ പോണത് മുഴുവനും. കാണാൻ ഇൻഷാ അല്ലാഹ്. സത്യം പറയാം, നമ്മളെ നാട്ടിലെ ഈ ചെറിയ വണ്ടിയും ബിൽഡിങ്ങും പെരകളൊക്കെ കണ്ടു മടുത്തു. വായിന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രീം ഇതാണ്, വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാന്നുള്ളത്. ബിൽഡിങ് കാണണം, അതിൻ്റെ വലിയ ജീവിതങ്ങൾ സ്വപ്നം കാണണം. ബിൽഡിങ് മാത്രമല്ല കാണുന്നത്. എന്താണ് മൂസാക്കാൻ്റെ കട? അതിൻ്റെ ഉള്ളിൽ കടക്ക് കയറിക്കോളി. അടുക്കളയിൽ ഉണ്ടാവും. എപ്പോഴും അടുക്കളയിലേക്കാരോ ഹോട്ടലല്ലേ? ഹോട്ടൽ തന്നെ. അതിൻ്റെ ഉള്ളിൽ പോയിക്കാണ്ട് അല്ലെങ്കിൽ മൂസാക്കാണ് ചോദിച്ചാൽ അവിടെ ഉള്ളിലുണ്ടാവും. ആരോട് ചോദിച്ചാലും പറഞ്ഞാൽ കയറിക്കോ. അതിന്റെ സാധനങ്ങൾ അവിടെ നിർത്താം. ആയിക്കോട്ടെ. പെട്ടി മാത്രമാണ് മാറ്റി വെച്ചിട്ട്. ഇല്ല ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ കണ്ടിട്ടാ. നിങ്ങളെ വേഗം അവിടെ ബാക്കിലുണ്ട്. എന്റെ പെട്ടിയോടെ. വലൈക്കും സലാം. ജത്തിയാ, ഞാൻ കുറച്ച് തിരക്കില്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യേ, ഒരു 5 മിനിറ്റ് കൊണ്ട് എൻ്റെ പണി കഴിഞ്ഞു. അവിടെ കുറച്ച് നേരം മുന്നിൽ പോയി കാണും, വെയിറ്റ് ചെയ്യും. ഞാനാണ്ട് വരാം. ഓക്കെ. ചെറിയനെ പരിപാടി നമ്മളെ നാട്ടുകാരനാണ്, പുതിയതായിട്ട് വന്നാട്ടാ. എറണാകുളം ആലുവ. ഇതാണ് നമ്മളെ റൂം കേട്ടാ. ഇവിടെ കയറിക്കോ. നേരത്തെ എണീറ്റ് പണിക്ക് പോണ ആൾക്കാരാണ്. അപ്പൊ ഓക്കെ. എല്ലാവരും എഴുന്നേക്കുന്നേ. ചോറുന്നുണ്ട് നമുക്ക്. ഞാൻ തിന്നോടെ അയച്ചു കൊടുക്കുന്ന ബീഫ് തന്നെ കേട്ടാ. വളർച്ച തിന്നു. മൂസാക്ക, എന്താ വർത്താനം? നല്ല വർത്താനം. മരുന്നൊക്കെ ആണല്ലോ ഇവിടെ. ഒക്കെ പ്രായത്തിൻ്റെ ആണ്. എത്തൊക്കെ പിന്നെ നാട്ടിലൊക്കെ വർത്താനം? കുഴപ്പമില്ല, തന്നെ ഒന്നുമില്ല. നാട്ടില് ഫുള്ള് പ്രാരബ്ധവും ഇതൊക്കെ തന്നെ. ഞാനിപ്പോൾ അയമുറ്റാക്കാൻ്റെ കടിയിലാണ്, നിങ്ങൾക്ക് അറിയാലോ. ഞാനിപ്പോൾ അവിടെ നിന്നാണ്ട് ഇറങ്ങി ഇങ്ങോട്ട് പോന്ന്. ഇപ്പം ഈ പെരിന്ന് ഇങ്ങനെ തന്നെ വെയ്ക്കോ വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ നല്ല പണിയാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പോകുന്നത്. അല്ല മൂസാക്ക, ഈ കടപ്പങ്ങൾത്തല്ലേ? ഇൻ്റെതൊന്നല്ല മോനെ. കട ഇവിടെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൈസ ആണ്. നമ്മൾ 90-ൽ വന്നോടെ ഇവിടെ പെട്ടതാണ്. അത് ഞാൻ
ആ ഞാൻ ഇവിടുത്തെ പൊറോട്ട പണിക്കാരനാണ്. ഓ നിങ്ങളെ നാട്ടിൽ നിന്ന് കാണുമ്പോ നിങ്ങളൊന്നല്ലല്ലോ. അത് ഇവിടെ വന്നിക്കാണ്ടേ പെട്ടുകാണ്ട് കുറച്ചെങ്കിലും നാട്ടിൽ പോയിട്ടെങ്കിലും നമ്മൾ ഉഷാറായിട്ട് നിൽക്കണ്ടടാ. നാട്ടുകാരൊക്കെ നിങ്ങൾ വലിയ സംഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് ദുബായിക്ക് കയറി വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോഴും പൊറോട്ട പണി തന്നെയാണ്? ഞാൻ അന്ന് തുടങ്ങിയതാണ് പൊറോട്ട ഉരുട്ടാൻ. ഇന്ന് പൊറോട്ട ഉരുട്ടൽ തന്നെ നമ്മളെ പണി. പിന്നെ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഫോർച്യൂണറൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ വിചാരിച്ചു നമ്മൾ ഇവിടുത്തെ ശയിക്കുകയാണെന്നുള്ളതൊക്കെ. പക്ഷേ യഥാർത്ഥം അങ്ങനല്ല. വളരെ കുറച്ച് ആൾക്കാർ അവനവൻ്റെ ബിസിനസ് ചെയ്ത് കാണ്ട് കഴിച്ചിലായി വരുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളൊക്കെ ഇവിടെ വന്ന് പെടുമ്പോൾ മാസം മാസം കിട്ടുന്ന പൈസ നമ്മുടെ നാട്ടിൽ അയച്ചു കൊടുക്കുമ്പോൾ നാട്ടിൽ ഓൽക്ക് ഓല ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് വരുമ്പോൾ നമ്മളെ മക്കളെയും പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ അഭിമാനിക്കുക കാര്യങ്ങൾ നടന്നു വരുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഈ വെയിലും മഴയും ഈ ചൂടും തണുപ്പൊന്നും നമുക്കൊരു വിഷയം വരുമ്പോൾ ഇതൊരു തുടക്കക്കാരനായതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പേടി. കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് മാറിപ്പോയി. നാട്ടിലുള്ള ഫൈസലും ഇബ്രാഹിം ഇവർക്കൊക്കെ എത്ത പണി? ഫൈസൽ നമ്മൾ കാണലുണ്ട് ഇവിടെ തന്നെ മീൻ മാർക്കറ്റിലാണ്. അത് രാവിലെയും രാത്രിയൊക്കെ ആയിട്ട് ഷിഫ്റ്റ് പണികളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇബ്രാഹിമിന് കൺസ്ട്രക്ഷൻ സൈറ്റില്ല. അതായത് വെയിലത്തുള്ള പണിയാണ്? വെയിൽ പൊരി വെയിലാണ് മോനെ. രാവിലെ 4 മണിക്ക് 5 മണിക്ക് തുടങ്ങും. ഓലൊക്കെ എന്താല്ലേ നാട്ടിൽ ബുള്ളറ്റുമ്മലൊക്കെ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് നടക്കുന്ന ടീമാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. കഷ്ടപ്പെട്ടാൽ നമുക്ക് വല്ലതും 10 റുപ്യ കിട്ടുള്ളൂ. എനിക്കിപ്പോൾ പണി ബുർജ് ഖലീഫ തന്നെ അല്ലേ? ബുർജ് ഖലീഫ അതൊക്കെ എന്നോട് ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചേക്കാനും മതി. ഇവിടെ ഞാൻ വന്നിട്ട് 30 കൊല്ലമായി. ഇതുവരെയായിട്ട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്ത് പോയിട്ടും കൂടില്ല. എന്താ വെച്ചാൽ രാവിലെ നമ്മൾ പണിക്കാണ് പോയിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ രാത്രി വരണം കിടന്നുറങ്ങണ നേരത്തെ. പിന്നെ എവിടെ പോയി ബുർജ് ഖലീഫയ്ക്കൊക്കെ പോകാനുള്ള സമയം കിട്ടണം. എൻ്റെ പണി വരൽ റാസൽ കൈമയിലേക്കാരാണ്. അപ്പോൾ നാളെ അവിടുന്ന് അസർപ്പ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പോകേണ്ടി വരും. പിന്നെ ദുബായിക്ക് വരലൊക്കെ എൻ്റെ നാട്ടിൽ പോകണ സമയത്തേക്കാരം. അല്ലാതെ ദുബായിക്ക് ഇനി വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത് ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ കിട്ടിയ പണി എന്താ വെച്ചാൽ അത് ആത്മാർത്ഥതയിൽ ചെയ്യുക. വേഗം ഒരു 10 റുപ്യ ഉണ്ടാക്കുക. പെട്ടെന്ന് നാട്ടിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കുക. എന്താ ശരി അന്നെ നോക്കിയിട്ട് ഇതെന്താ ആൾക്ക് എന്നൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇന്റർവ്യൂ ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, ഇന്ന് ഫ്രീ ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താ വെച്ചാൽ എന്ത് ചെയ്യാറിയോ, നാളെ പോകും റാസൽ കൈമ പോകാനുള്ളതാണ്. ബുർജ് ഖലീഫ് ഇതൊക്കെ ഒന്ന് ദുബായിക്ക് ഒന്ന് കാണിച്ചു കൊടുത്തുകാണ്ട് സെറ്റ് ആയി കൊടുക്കാം. ചെക്കനല്ലേ? എന്നായിക്കോട്ടെ. എന്നാലേ ഞാൻ എന്നാ ഓനെ പറഞ്ഞു വിടാം. ആയിക്കോട്ടെ. ഡ്രസ്സൊക്കെ എക്സ്ട്രാ എടുത്തിട്ടില്ലേ? കുറെ ഫോട്ടോസ് എടുക്കാനുള്ളതാണ്. ബുർജ് ഖലീഫ പോയിട്ട് ആവശ്യം വരും. എന്നാ പിന്നെ നേരെ അങ്ങോട്ട് കേലി ഏരിയയിലെ ക്യാഷ് കൗണ്ടറിലുള്ള ആൾ പറഞ്ഞിരുന്നു എന്താണ് എങ്ങനെയാണെന്നുള്ളത്.
അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? ഓനോടെ ഒരു 2-3 കുപ്പായങ്ങൾ അധികം കൈക്ക് പിടിച്ചേക്കാം. എന്ന് വെച്ചാൽ ഡ്രസ്സുകൾ മാറ്റിക്കാണ്ട് പല വിധത്തിൽ ഫോട്ടോ എടുത്താൽ ഓനങ്ങനെ ഡൈമലാണ് സെറ്റ് ആയിക്കാണ്ട് പിടിച്ചു നിന്നോളൂ. പിന്നെ ദുബായിക്കേണ്ടി വരേണ്ട ആവശ്യമില്ല. ഇത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. 96 നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ നമുക്കും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നാ പിടിച്ച് നിന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ എൻ്റെ വരെയും കൂടി ഒക്കെ സെറ്റായത്. അപ്പോൾ അതേമാതിരി പിടിച്ച് വെക്കാൻ നോക്കി, എല്ലാം സെറ്റാവും. ഇതൊന്നുകൊണ്ട് പേടിക്കണ്ട.